നമഃശിവായ. എൻ്റെ പേര് സ്മിത. ഞാൻ കടമ്പഴിപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്ലാപ്പറ്റ ശ്രീ മോക്ഷത്ത മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇവിടെ 1-2 തവണ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ്. ചുറ്റും ഔഷധ സസ്യങ്ങളും ഒരു 5 ഏക്കർ കാടിനുള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യും പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ചുറ്റും നിറയെ വവ്വാലുകളെ കാണാം. ഇവിടെ വന്നാലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പാലക്കാട് ജില്ലയില് കൂടുതൽ കാണുന്ന ഒരു വവ്വാലുകൾ എവിടെയും ഇത്രയും അമ്പലത്തിനോട് ചേർന്ന് കാണാനുണ്ട്. ഇവിടെ ഒരു മുട്ടറുത്ത് ഫലം പറയൽ എന്നുള്ളൊരു വഴിപാടുണ്ട്. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ അതുപോലെ 30 തിങ്കളാഴ്ചകളില് ഉമാമഹേശ്വര പൂജ, മംഗല്യ പൂജ, ദമ്പതി പൂജ, അതുപോലെ ഒറ്റയപ്പം വഴിപാടായിട്ട് ഗണപതിക്ക് അങ്ങനെ വഴിപാടുകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ഉദ്ദിഷ്ട കാര്യസാധ്യത നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് മോക്ഷത്തപ്പന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ച് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടായിട്ട് മത്തവിലാസം കൂത്ത് നടത്തുന്നുണ്ട് ഇവിടെ. ഞാനിവിടെ എത്തുന്നത് ഈ മുട്ടറുത്ത് ഫലം പറയലിനെ പറ്റി അറിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് അനുഭവം ഉള്ളത് തന്നെയാണ്. ഇവിടെ വന്നിട്ടുള്ള അനുഭവമുണ്ട്. അപ്പോൾ എല്ലാവരും മോക്ഷത്തപ്പന്റെ അടുത്തേക്ക് വരിക, പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ആഗ്രഹം സഫലീകരിക്കട്ടെ. ഇതെന്റെ ചേച്ചിയാണ്. ചെർപ്പളശ്ശേരിയിൽ നിന്ന് വരുന്നു. പേര് സവിത. ഓം നമഃശിവായ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അനിയത്തി ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ അവളുടെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ അനിയത്തി വന്നിട്ടുണ്ട് പറഞ്ഞു. അവരെനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു. അപ്പൊ അത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഒരിക്കലും വന്ന് തൊഴുകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് അനിയത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൂടെ ഒന്ന് വന്നു. ഇവിടെ വന്നപ്പോൾ കാണാൻ നല്ല അന്തരീക്ഷം, കുറെ ചെടികളും മരങ്ങളും ഒക്കെ ആയി. അതിന്റെ നടുക്കിലെ അമ്പലം, അതില് ഭഗവാനെ തൊഴുകാനും, ഒരു പുറത്ത് ശിവന്റെ രൂപം, ഒരു പുറത്ത് ഉമാമഹേശ്വരി, നടുക്കിലെ അയ്യപ്പൻ, ഒരു ഭാഗത്ത് ഗണപതി, എല്ലാം തൊഴുത് പുറത്തിറങ്ങി. അവിടെ നിറയെ മരങ്ങളും പിന്നെ നക്ഷത്രവനം, പിന്നെ വന്യമരം കണ്ടു. അവിടെ നമ്മളെ മനസ്സിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തത് പറയുകയെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ വരികയെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരത്തിൽ തൊട്ട് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ അതിന്റെ ഫലങ്ങളൊക്കെ പോകുമെന്ന് പറയുന്നു. പിന്നെ നാഗത്താങ്കാവില് തൊഴുതു. അപ്പുറത്ത് വേട്ടേക്കരപ്പനുണ്ട്, അവിടെ തൊഴുതു. നാഗത്താങ്കാവില് ആയില്യം, എല്ലാ മാസം ആയില്യം നാളിനെ പൂജകൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചുറ്റി എല്ലാം ഇതും കണ്ടു. പിന്നെ എല്ലാ നാളുകാരുടെയും വൃക്ഷം അവിടെ വെച്ചിട്ടുണ്ട്. അതിലെല്ലാവർക്കും വെള്ളം ഒഴിച്ച് അവരവരുടെ ഇതിനെ കുറിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ മരങ്ങളും ചെടികളും ഇതെല്ലാം കാണുമ്പോൾ നമ്മളൊരു അമ്പലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ നമുക്ക് എന്തായാലും ഉണ്ടാവും. എല്ലാവർക്കും ഈ അമ്പലത്തിൽ വരാനും തൊഴുകാനും കാണാനും ഒക്കെ സാധിക്കട്ടെ. ചെർപ്പശ്ശേരിയിൽ നിന്ന് വരുമ്പോഴായാലും പാലക്കാട്ടിൽ നിന്ന് വരുമ്പോഴായാലും കൊട്ടശ്ശേരി ഇറങ്ങി പ്ലാപ്പറ്റ ഇങ്ങോട്ട് വന്നാൽ മതി. എളുപ്പമാണ്. വന്ന് തൊഴുകാനും കാണാനും എല്ലാവർക്കും സാധിക്കട്ടെ. കാണാൻ ഉണ്ട് അമ്പലത്തില് എല്ലാം നല്ല ഒരു ഇതിലാണ്. എല്ലാവർക്കും ഓം നമഃശിവായ.